പലരും ആദ്യം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു രോഗമാണ് ഹെർണിയ. നമ്മുടെ ശരീരത്തിനുള്ളിലെ അവയവങ്ങളെ എല്ലാം പുറത്തുപോകാതെ കാത്തുസൂക്ഷിക്കുന്നത് ശക്തമായ പേശികളാണ്. എന്നാൽ ചിലപ്പോൾ ഈ പേശികൾക്ക് എന്തെങ്കിലും കാരണവശാൽ ബലക്കുറവ് സംഭവിക്കുകയോ അല്ലെങ്കിൽ അവിടെ ചെറിയൊരു വിള്ളൽ വീഴുകയോ ചെയ്താൽ ഉള്ളിലിരിക്കുന്ന അവയവങ്ങൾ, പ്രധാനമായും കുടലൊക്കെ ഈ വിടവിലൂടെ പുറത്തേക്ക് തള്ളിവരും. ഇതിനെയാണ് നമ്മൾ ഈ ഹെർണിയ എന്ന് വിളിക്കുന്നത്. പ്രായം കൂടുന്നതോ അല്ലെങ്കിൽ പേശികൾക്ക് അമിതമായ സമ്മർദ്ദം കൊടുക്കുന്നതോ ഒക്കെ ഇതിന് കാരണമാകാം. പ്രത്യേകിച്ച് നമ്മൾ ഭാരമുള്ള സാധനങ്ങൾ അശ്രദ്ധമായി പൊക്കുമ്പോഴോ, വിട്ടുമാറാത്ത മലബന്ധം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ, കഠിനമായ ചുമയോ അല്ലെങ്കിൽ ഗർഭകാലത്തോ ഒക്കെ ഈ പേശികളിലെ വിള്ളലിലൂടെ കുടൽ പുറത്തേക്ക് തള്ളിവരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് ശരീരത്തിൽ ഒരു മുഴ പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ കക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന ഇൻഗ്വിനൽ ഹെർണിയ, പൊക്കിളിന് ചുറ്റും വരുന്ന അംബിലിക്കൽ ഹെർണിയ, പിന്നെ വയറിന്റെ മുകൾ ഭാഗത്തായി കാണുന്ന ഹിയാറ്റൽ ഹെർണിയ എന്നിങ്ങനെ പലതരത്തിലുണ്ട്. ഹെർണിയ വന്നാൽ അത് തനിയെ മാറില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനൊരു ശാശ്വത പരിഹാരം ശസ്ത്രക്രിയ തന്നെയാണ്. പുറത്തേക്ക് തള്ളിവന്ന അവയവത്തെ അതിന്റെ പഴയ സ്ഥാനത്തേക്ക് തിരിച്ചുവെച്ച് ആ വിള്ളൽ വീണ പേശിക്ക് മുകളിൽ ഒരു മെഷ് വെച്ച് ബലപ്പെടുത്തുകയാണ് സാധാരണയായി ചെയ്യുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും ഇതുപോലെ അസ്വാഭാവികമായ മുഴകളോ വീക്കമോ കണ്ടാൽ ഒട്ടും വൈകിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ ചികിത്സ തേടാൻ മറക്കരുത്. ഒന്ന് ഷെയർ ചെയ്തേക്ക്. കൂടുതൽ അറിവുകൾക്കായി ഫോളോ ചെയ്യാൻ മറക്കല്ലേ.